പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീഴിലുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ബികോമിന്റെ ഫസ്റ്റ് സെമസ്റ്റർ പേപ്പറായ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻ ബിസിനസ് കോഡ് നമ്പർ BCOS 183 ആണ്. അതിലെ ബ്ലോക്ക് 1 യൂണിറ്റ് 1 ആണ്, ഇൻട്രൊഡക്ഷൻ ഓഫ് കമ്പ്യൂട്ടർ ആണ്. അതിന്റെ ഫസ്റ്റ് പാർട്ടാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. വലിയൊരു ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ നമ്മൾ 2 വീഡിയോസ് ആയിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഇൻട്രൊഡക്ഷൻ ഓഫ് കമ്പ്യൂട്ടർ അതിന്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോസ് ആണ് ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്നത്. ഓക്കെ, എൻ്റെ ക്ലാസ്സുകൾക്ക് ഇന്ന് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസും ക്ലാസ്സുകളൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം, വേൾഡിൽ തന്നെ 37ഓളം രാഷ്ട്രങ്ങൾ അംഗീകരിച്ച നല്ല വാല്യുള്ള യൂണിവേഴ്സിറ്റിയാണ് ബികോം എന്ന് പറയുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പേപ്പർ ആയതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇന്ന് പഠിപ്പിക്കുന്നത് വാട്ട് ഈസ് കമ്പ്യൂട്ടറിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗം, അതിന്റെ ഡെഫിനിഷന്, സിഗ്നിഫിക്കൻസ് ഓഫ് കമ്പ്യൂട്ടർ, അഡ്വാൻറ്റേജസ് ഓഫ് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുമ്പോഴുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, എവല്യൂഷൻ ഓഫ് കമ്പ്യൂട്ടർ, ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടർ, അതേപോലെ തന്നെ ഇനി ഇതിൻ്റെ വേറെ കോമ്പണൻസ് ഉണ്ടെങ്കിൽ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് കമ്പ്യൂട്ടറിനെ കുറിച്ച് പറയുകയാണ്. കമ്പ്യൂട്ടർ ഈസ് ആൻ ഇലക്ട്രോണിക് ഡിവൈസസ് ആണ്. ഒരു ഇലക്ട്രോണിക് ഉപാധിയായിട്ടാണ് കമ്പ്യൂട്ടർ വരുന്നത്. പേപ്പർലെസ് വർക്കിനേക്കാൾ എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കമ്പ്യൂട്ടർ സിസ്റ്റം ഉപയോഗിക്കുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ ഈസ് ആൻ ഇലക്ട്രോണിക് ഡിവൈസസ് വിച്ച് ട്രാൻസ്ഫോം ഡാറ്റ ഇൻടു മീനിങ്ഫുൾ ഇൻഫർമേഷൻസ് ആണ്. ഡാറ്റകളെ അർത്ഥവത്തായിട്ടുള്ള വിവരങ്ങളാക്കി മാറ്റുന്ന ഒരു പ്രോസസ്സാണ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അല്ലെങ്കിൽ ഇൻപുട്ടിനെ ഔട്ട്പുട്ട് ആക്കി മാറ്റുന്ന ഒരു പ്രോസസ്സാണ് കമ്പ്യൂട്ടറിൽ നടക്കുന്നത്. പിന്നെ കമ്പ്യൂട്ടറിന്റെ ഫാദറായി അറിയപ്പെടുന്നത് ചാൾസ് ബാബേജ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ വരുന്നത് കമ്പ്യൂട്ടറിന്റെ പ്രോസസ്സിങ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ്. ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്നത് ഇൻപുട്ടാണ്. നമ്മൾ കൊടുക്കുന്ന ഡാറ്റകളാണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. ആ ഇൻപുട്ടുകൾ എന്ത് ചെയ്യുന്നുണ്ട്, കമ്പ്യൂട്ടർ പ്രോസസ്സ് ചെയ്യണം. പ്രോസസ്സ് ചെയ്തതിന് ശേഷമാണ് അത് എന്താക്കി മാറ്റുന്നത്, ഔട്ട്പുട്ടാക്കി മാറ്റുന്നത്. അപ്പോൾ ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും ഇടയിൽ എന്തൊക്കെ നടക്കുന്നുണ്ട്, കൺട്രോൾ യൂണിറ്റ് വരുന്നുണ്ട്, മെമ്മറി യൂണിറ്റ് വരുന്നുണ്ട്, അരിതമാറ്റിക് ലോജിക് യൂണിറ്റ്. ഇത്രയും ഘടകങ്ങളുടെ കോമ്പണൻസിന്റെ അടിസ്ഥാനത്തിലാണ് ഇൻപുട്ടിനെ എന്താക്കി മാറ്റുന്നത്, ഔട്ട്പുട്ട് ആക്കി വെച്ചിട്ടുണ്ട്. ഈ കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന കൺട്രോൾ യൂണിറ്റ് ആണ്. വിവരങ്ങൾ ശേഖരിച്ച് വെക്കുന്നത് മെമ്മറി യൂണിറ്റ് ആണ്. എന്തെങ്കിലും കാൽക്കുലേഷൻ ഒക്കെ ചെയ്യുന്നത് അരിതമാറ്റിക് ലോജിക് യൂണിറ്റ് ആണ്. ഇങ്ങനെ ഇൻപുട്ടിനെ ഔട്ട്പുട്ട് ആക്കുന്ന ഒരു പ്രോസസ്സാണ് കമ്പ്യൂട്ടർ. അതിൻ്റെ ഇടയിൽ മെമ്മറി യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ട്, കൺട്രോൾ യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ട്, അരിതമാറ്റിക് ലോജിക്കൽ യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇനി അടുത്തതാണ് സിഗ്നിഫിക്കൻസ് ഓഫ് കമ്പ്യൂട്ടർ ആണ്. കമ്പ്യൂട്ടറിന്റെ പ്രാധാന്യം എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ കാര്യം. നമ്മൾ കമ്പ്യൂട്ടർ ഇന്ന് എല്ലാ മേഖലകളിലും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. കൂടുതലും പേഴ്സണൽ കമ്പ്യൂട്ടർ കൊണ്ടാണ് നമ്മൾ കൂടുതൽ ഓൾമോസ്റ്റ് ഉപയോഗങ്ങളൊക്കെ വരുന്നത്. നമുക്ക് ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ടും, അതേപോലെ തന്നെ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടും, മൂവീസ് കാണാൻ വേണ്ടിയിട്ടും, അതേപോലെ തന്നെ ഡോക്യുമെൻ്റ് ഫോർമാറ്റ് ചെയ്യാനും, അതേപോലെ തന്നെ ഒരു മീറ്റിംഗ് ഓർഗനൈസ് ചെയ്യാൻ, റിപ്പോർട്ടുകൾ തയ്യാറാക്കാനും, പ്രൊജക്റ്റ് വർക്കുകൾ തയ്യാറാക്കാനും, മെയിൽ അയക്കാനും, ഇങ്ങനെ ഒരുപാട് ഒട്ടനവധി ആവശ്യങ്ങൾ ബിസിനസ് ഫീൽഡായാലും ഒരു വ്യക്തിയുടെ നിത്യജീവിതത്തിലായാലും കമ്പ്യൂട്ടർ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പേപ്പർലെസ് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സമയങ്ങൾ എടുത്ത് ചെയ്യണം. അതിൻ്റെയൊക്കെ ലിമിറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കമ്പ്യൂട്ടർ സിസ്റ്റം വന്നത്. ഇനി ഇതിൽ പഠിക്കാനുള്ളത് അഡ്വാൻറ്റേജസ് ഓഫ് സ്മാർട്ട് ഫോൺ ഓവർ ഡെസ്ക് ടോപ്പ് കമ്പ്യൂട്ടറാണ്. എന്തൊക്കെയാണ് ഡെസ്ക് ടോപ്പ് കമ്പ്യൂട്ടർ അപേക്ഷിച്ചൊരു സ്മാർട്ട് ഫോൺ കൊണ്ടുള്ള ഉപയോഗം? ഇന്ന് നമ്മുടെ കയ്യിൽ, നമ്മൾ കമ്പ്യൂട്ടറിൽ കിട്ടുന്ന പല കാര്യങ്ങളും നമ്മുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നുണ്ട്. നമുക്കത് ഉപയോഗിക്കാനും വളരെ എളുപ്പമാണ്. എവിടെയൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് കൊണ്ടു നടക്കാനൊക്കെ സ്മാർട്ട് ഫോൺ വളരെ ഉപയോഗമാണ്. ഒരു ഡെസ്ക് ടോപ്പ് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പിനൊക്കെ അപേക്ഷിച്ച് സ്മാർട്ട് ഫോൺ കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് ഒരു മൈക്രോ കമ്പ്യൂട്ടറാണ്. ആക്സസ് ആൻഡ് പ്രോസസ് ആസ് ടു
ഡാറ്റകളെ നമ്മൾ ആക്സസ് ചെയ്യുന്നുണ്ട്, പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. അതിൽ ക്യാമറ ഉണ്ട്, ഇൻ്റർഫേസസ് ഉണ്ട്, ഇൻ്റർനെറ്റ് ബ്രൗസേഴ്സ് ഉണ്ട്, ടെക്സ്റ്റ് ആൻഡ് ഇൻസെർട്ട് മെസ്സേജിങ് ഉണ്ട്, വൈഫൈ ആക്സസ് വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഏതിൽ വരുന്നുണ്ട്? സ്മാർട്ട് ഫോണിൽ കമ്പ്യൂട്ടർ ലഭിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നുണ്ട്. സ്മാർട്ട് ഫോണിൽ ഇൻപുട്ട് ക്യാൻ ബി പ്രോസസ് ടു ടച്ച് സ്ക്രീനാണ്. നമ്മൾ ടച്ച് സ്ക്രീനാണ്. ഒരു സാധാരണ കമ്പ്യൂട്ടർ ആകുമ്പോൾ അവിടെ കീബോർഡും മൗസും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. സ്മാർട്ട് ഫോണിന് അതിന് ആവശ്യമില്ല, ടച്ച് സ്ക്രീനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ വളരെ സ്മാളറാണ്. നമുക്ക് എവിടേക്കെങ്കിലും കൊണ്ടുപോകാൻ വളരെ എളുപ്പമാണ്. കീബോർഡും മൗസൊന്നും ഇല്ലല്ലോ. നമ്മുടെ പോക്കറ്റിലോ വാഹനത്തിലോട്ട് കൊണ്ടുപോകാനും നമുക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്കും ബിസിനസ് ആവശ്യങ്ങൾക്കൊക്കെ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാം. ഇറ്റ് ക്യാൻ ബി ഈസിലി ആൻഡ് ക്വിക്കലി ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നുണ്ട്. പേഴ്സണൽ കമ്പ്യൂട്ടറിലേക്ക് അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിലേക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യാനൊക്കെ സ്മാർട്ട് ഫോൺ സഹായിക്കുന്നുണ്ട് എന്നതാണ് പറയുന്നത്. ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, ഒരു എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. എവല്യൂഷൻ ഓഫ് കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടറിന്റെ പരിണാമത്തെ കുറിച്ച് വിവരിക്കാനാണ്. ഇതിൽ നമുക്ക് 6 സ്റ്റേജ് നമുക്ക് ഇതിൽ പഠിക്കാനുണ്ട്. ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ്, അങ്ങനെ 6th സ്റ്റേജിൽ നമുക്ക് എവല്യൂഷൻ ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിന്റെ തുടക്കം മുതൽ, കമ്പ്യൂട്ടർ ഉത്ഭവിച്ച അവിടുന്ന് മുതൽ ഇന്നത്തെ കാലഘട്ടം വരെ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാക്കി, അതിൽ എങ്ങനെയൊക്കെയാണ് അതിൽ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ആപ്ലിക്കേഷൻ എങ്ങനെയൊക്കെയാണ് ഉപയോഗിച്ചത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം കമ്പ്യൂട്ടറിന്റെ ഫാദറായി അറിയപ്പെടുന്നത് ചാൾസ് ബാബേജ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ജനറേഷൻ ആരംഭിക്കുന്നത് സ്വാതന്ത്ര്യ സമരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെയാണ് ഫസ്റ്റ് ജനറേഷൻ ആരംഭിക്കുന്നത്. ഇത് 1940 ടു 56 വരെയുള്ള കാലഘട്ടമാണ് ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ കണ്ടുപിടിച്ച് അവിടുന്ന് മുതൽ ഉപയോഗിക്കാൻ തുടങ്ങിയുള്ള കാലഘട്ടമാണ്. ഈ സമയത്ത് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത് ഒരു വാക്വം ട്യൂബാണ് അന്ന് യൂസ് ചെയ്യുന്നത്. ഇന്നത്തെ പോലുള്ള സിസ്റ്റം ഒന്നും ഉണ്ടാകില്ല. അപ്പോൾ ഫസ്റ്റ് കാലഘട്ടത്തിൽ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിരുന്നത് വാക്വം ട്യൂബ്സ് ആണ്. അതേപോലെ തന്നെ വലിയ രീതിയിലുള്ള കമ്പ്യൂട്ടറാണ് അന്ന് വലിയ വലിയ റൂമിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കമ്പ്യൂട്ടറാണ് ഫസ്റ്റ് ജനറേഷൻ കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ വളരെ കോസ്റ്റ് കൂടിയ, അത് ഓപ്പറേറ്റ് ചെയ്യാനൊക്കെ വളരെ കോസ്റ്റാണ്. അതേപോലെ തന്നെ ഒരുപാട് ഇലക്ട്രിസിറ്റി ഒക്കെ അന്നത്തെ കാലത്ത് ആവശ്യമാണ്. അത് യൂസ് ടു പ്രൊഡ്യൂസ് ലോസ് ഓഫ് ഹീറ്റ്, ഒരുപാട് ഹീറ്റൊക്കെ ആവശ്യമുണ്ട്. അതേപോലെ തന്നെ മെഷീൻ ലാംഗ്വേജ് ആണ് ഈ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിനൊക്കെ ഉപയോഗിച്ചിരുന്നത്. അതേപോലെ തന്നെ സിംഗിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാനൊക്കെ ഈ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ സഹായിക്കും. അതേപോലെ തന്നെ അതിന് ഉദാഹരണമായിട്ട് വരുന്നതാണ് യൂണിവാക്കും, അതേപോലെ തന്നെ എനിയാക്കും. ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിൻ്റെ ഉദാഹരണം എനിയാക്കും യൂണിവാക്കും, യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടറും. അതേപോലെ തന്നെ ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇൻ്റഗ്രേറ്റഡ് കമ്പ്യൂട്ടറാണെന്ന് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ 4856 വാക്കൻ ട്യൂബാണ് ഉപയോഗിക്കുന്നത്. ഒരുപാട് സൈസ് കൂടുതലാണ്, കോസ്റ്റ് കൂടുതലാണ്, ഹീറ്റ് കൂടുതൽ വേണം, മെഷീൻ ലാംഗ്വേജ് ആണ് ഉപയോഗിക്കുന്നത്. അതേപോലെ സിംഗിൾ പ്രോബ്ലം സോൾവ് ചെയ്യാനൊക്കെ സഹായിക്കും എന്നതാണ്. ഇനി നമുക്ക് സെക്കൻഡ് ജനറേഷന്റെ പ്രത്യേകത എന്താണെന്നുള്ളതാണ്. സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ 1956 മുതൽ നമുക്ക് അതിന്റെ കാലഘട്ടം വരുന്നത് 63 വരെയുള്ള കാലഘട്ടത്തിലാണ് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിരുന്നത്. ഫസ്റ്റ് ജനറേഷനിൽ നിന്ന് എന്തെല്ലാം വ്യത്യാസം വന്നതാണ്. ഇവിടെ നമ്മൾ വാക്വം ട്യൂബിന് പകരമായിട്ട് ട്രാൻസിസ്റ്റേഴ്സ് ആണ് ഇവിടെ മെയിൻ ആയിട്ട് ഉപയോഗിച്ചത്. ഫസ്റ്റ് ജനറേഷനിൽ വാക്വം ട്യൂബ്സ് ആണ് ഉപയോഗിച്ചത് കമ്പ്യൂട്ടറിൽ. ഇവിടെ ട്രാൻസിസ്റ്റേഴ്സ് ആണ് ഉപയോഗിച്ചിരുന്നത്. ഇത്തരം കമ്പ്യൂട്ടറുകളൊക്കെ വളരെ സ്മാളറാണ്, ഫാസ്റ്ററാണ്, ചീപ്പറാണ്, കൂടുതൽ എനർജി നമുക്ക് എഫിഷ്യൻ്റ് ആണ്. അതേപോലെ തന്നെ ഗ്രേറ്റ് ഡീൽ ഓഫ് ഹീറ്റ് അവിടെ ആവശ്യം വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ അസംബ്ലി ലാംഗ്വേജ് ആണ്. ഫസ്റ്റ് ജനറേഷനിൽ മെഷീൻ ലാംഗ്വേജ് ആണ് ഉപയോഗിക്കുന്നത്. ഇവിടെ നമുക്ക് അസംബ്ലി ലാംഗ്വേജ് ആണ് ഉപയോഗിക്കുന്നത്. ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ഒക്കെയാണ് ഈ സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറിൽ വരുന്നത്. അതിൽ നമുക്ക് ഉപയോഗിക്കുന്ന ലാംഗ്വേജുകൾ കോബോൾ, ഫോർട്രാൻ പോലെയുള്ള ലാംഗ്വേജുകളൊക്കെ, ബിസിനസ് ഓറിയൻറ്റഡ് ലാംഗ്വേജൊക്കെ സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വരുന്നത് തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടർ ഏത് കാലഘട്ടം മുതൽ ഏത് കാലഘട്ടം വരെയാണെന്നതാണ്. തേർഡ് വരുന്നത് നമുക്ക് 1963 മുതൽ 1956